മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്, അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. മല്ലിക സുകുമാരൻ ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരുന്നു. വൈകുന്നേരം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണെന്ന്. ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു കുറിപ്പ് എഴുതാൻ ഇടയായത്? എന്താന്ന് വെച്ചാല് പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്നും പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലായിടത്തുനിന്നും പല ഇതും വരുന്നുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ തന്നെ ന്യൂസിനകത്ത് പൃഥ്വിരാജ് പിന്തുണച്ചവരെ ചതിച്ചു. പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത്? ആകെ പിന്തുണച്ചത് ഈ പടമെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ്. ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. കാരണം അങ്ങനെയാണ് ഇങ്ങനെ. പൃഥ്വിരാജിന് എവിടുന്ന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട, കാശും വേണ്ട, അങ്ങനത്തെ ഒരു മോനല്ല. അങ്ങനല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. ഇവരവിടെ ഇരിക്കുന്നവരെല്ലാവരും കുടുംബനാഥന്മാരാണ്. അവരവരുടെ മക്കളെ ഇങ്ങനെ വളർത്തുവോ? ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടൊക്കെ വളർത്തുക പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് എല്ലാവരെയും അറിയാം. വലിയ നേതാക്കന്മാർ തൊട്ട് ഇന്നലെ വന്ന പിള്ളേരെ വരെ എനിക്കറിയാം. എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം, ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.